അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്ന് നമ്മളെ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അന്നേരം ഇന്നിപ്പോൾ രാവിലെ സാമ്പാറുണ്ട്. സാമ്പാറിൻ്റെ കൂടെ തന്നെ 2 പച്ചക്കായ് ലേശം തൈര് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ എന്ത് ചെയ്തു, അത് രണ്ടും കൂടി ഇട്ടിട്ട് ഒരു മോര് കറി പോലെ ലേശം വെച്ചിട്ടുണ്ട്. എന്നൊരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. സാമ്പാറും മോര് കറി ആക്കാമെന്ന് വിചാരിച്ചു. അരതാ പൊന്നൂസിന് ഞാൻ ഈ മോര് കറി ചോറിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം കുഞ്ഞാപ്പുക്കുട്ടിക്ക് ഞാൻ അതിൻ്റെ മുകളിലത്തെ പാത്രത്തിലായിരുന്നു കേട്ടോ ആദ്യം ഒഴിച്ചത്. അവളെ പാത്രം ഇങ്ങനെ ചെരിച്ച് വെക്കലില്ല, അത് നേരെ തന്നെ വെക്കുമ്പോൾ മറിയില്ലല്ലോ, എന്നിട്ട് അതിൽ ഒഴിച്ചു. ഒരാളടുത്ത് നിൽക്കണോണ്ട് തന്നെ നേരെ തിരിച്ചത് ചോറിലേക്ക് ഒഴിപ്പിച്ച് പാത്രം മൂടിയതിന് ശേഷം വീണ്ടും അച്ചാർ വേണമെന്ന് പറഞ്ഞിട്ട് അടികൂടി ചക്കര വന്ന് അച്ചാർ ഇട്ട് കൊടുത്തു. ആളടുത്ത് നിർത്തി നമ്മൾ ചോറ് പാർസലാക്കിയ ഭയങ്കര ചൊറയാണ് കേട്ടോ. പിന്നെ കുഞ്ഞാപ്പുക്കുട്ടിക്ക് ഇന്നും 2 ഈത്തപ്പഴവും ലേശം ചിപ്സും വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ എന്ന് പറയാൻ പൊന്നൂസിനെക്കാളും ഇഷ്ടം പൊന്നൂസിൻ്റെ ക്ലാസ്സിൽ പൊന്നൂസിൻ്റെ കൂട്ടുകാർക്കാണ് കേട്ടോ നമ്മളെ സാമ്പാർ ഇഷ്ടം. അവൾ പറയും സാമ്പാർ എന്നും വെക്കുകയാണെങ്കിൽ കുറേ സാമ്പാർ തരണേന്ന് പറയും. അതായത് ചൂട് തണിയാൻ വേണ്ടി വെച്ചാൽ കേട്ടോ. ചൂട് കറി ഒഴിച്ച് പൊന്നൂസിൻ്റെ പാത്രം നിലത്ത് നിൽക്കാത്ത പരുവത്തിലായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പൊന്നൂസ് ഒരു ടിപ്പിയും പാത്രം ആർക്കാന്നുള്ളത് എല്ലാവരും വിചാരിക്കില്ല. നീ ഇന്നിവിടെ